നമസ്കാരം, എല്ലാവർക്കും TV9 മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കൊരു കുറച്ച് കാശ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ബാങ്ക് നിക്ഷേപിക്കും, ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് നിക്ഷേപിക്കും. ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് ഓരോ ബാങ്കുകളും ഓരോരോ പലിശ നിരക്കാണ്. ചില ബാങ്കുകളിലൊക്കെ 6%, ഒരു വർഷത്തേക്ക് 6% ഫിക്സഡ് ഡെപ്പോസിറ്റ്, 2 വർഷത്തേക്കുമ്പോൾ അതനുസരിച്ച് 6% തൊട്ട് 6.5% വരെയാണ്. അപ്പം ചിലപ്പോൾ 2 വർഷം ആകുമ്പോഴത്തേക്ക് ശതമാനത്തിൽ ഒരു 0.0 അല്ലെങ്കിൽ 50 ബേസിസ് പോയിന്റ് ഉയർത്തും. 0.5% ഒക്കെ ഉയർത്തുന്ന സ്ഥിതി ഉണ്ടായി. ഇപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ സാധാരണ 60 വയസ്സ് താഴെയുള്ള സാധാരണ പൗരന്മാരെക്കാളും മുതിർന്ന പൗരന്മാർക്ക് ഈ പറയുന്ന ബാങ്കിൽ നിക്ഷേപിക്കുന്ന പ്രത്യേകിച്ച് ഫിക്സഡ് ഡിപ്പോസിറ്റുകൾക്ക് കുറച്ചുകൂടെ പലിശ കൂടുതലാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും ഒക്കെ ഫിക്സഡ് ഡിപ്പോസിറ്റ് സാധാരണയായി നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഒരു 2 വർഷത്തേക്ക് FD നടത്തും, അല്ലെങ്കിൽ ഒരു 5 വർഷത്തേക്ക് FD നടത്തും. പിന്നെ നമ്മൾ ഒരു നീണ്ട കാലത്തേക്കുള്ള ഒരു FD എന്ന് പറയുന്ന രീതിയിൽ ഇപ്പം നമ്മുടെ കുട്ടികളുടെ പേരിൽ, മക്കളുടെ പേരിലൊക്കെ FD ഇടുന്നവരും ഉണ്ട്. അപ്പോൾ ഒരു സമയമാകുമ്പോഴത്തേക്കും അവർക്ക് 10 വയസ്സാകുമ്പോഴത്തേക്ക് ചിലർ നിക്ഷേപം നടത്തിയിട്ട് പിന്നെ അതൊരു 15 വയസ്സാകുമ്പോൾ അല്ലെങ്കിൽ ഒരു കോളേജ് വിദ്യാഭ്യാസത്തിൽ എന്ന് ടാർഗറ്റ് ചെയ്തുകൊണ്ട് കുറച്ച് FD ഒക്കെ ഇടുന്നവരുണ്ട്. അപ്പോൾ എങ്ങനെ ഇരുന്നാലും ഈ ഒരു കുറച്ച് നാളത്തേക്കുള്ള ഒരു ഡെപ്പോസിറ്റാണ്. നമുക്ക് പെട്ടെന്ന് പോയിട്ട് FD ബ്രേക്ക് ചെയ്യാനൊക്കെ പറ്റും, കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഉദ്ദേശിക്കുന്ന പലിശയും കാര്യങ്ങളും കിട്ടത്തില്ല. അപ്പോൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പോയി എടുക്കാൻ പറ്റുന്ന ഒരു നിക്ഷേപം അവിടെ വെച്ചേക്കുവാണ്. നമുക്ക് പിന്നെ ആവശ്യമുള്ളപ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഒരു കാലാവധി തീരുമ്പോൾ നമുക്ക് പോയി ചേർക്കും, വീണ്ടും അത് പുതുക്കാനും സാധിക്കും. അപ്പം നേരത്തെ പറഞ്ഞ പോലെ സീനിയർ സിറ്റിസൺസിനാണ് ഏറ്റവും കൂടുതൽ ഫിക്സഡ് ഡെപ്പോസിറ്റിൽ നമുക്ക് പലിശ കിട്ടുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ടും നിക്ഷേപങ്ങളിൽ കൂടുതൽ പലിശ നൽകുന്നത് പോസ്റ്റ് ഓഫീസിലെ പല പല സ്കീംസ് ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ RD ഉണ്ട്. അപ്പം അവിടുത്തെ ഫിക്സഡ് ഡെപ്പോസിറ്റിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനും സീനിയർ സിറ്റിസൺ, അതായത് മുതിർന്ന പൗരനും ഒരേ പലിശ നിരക്കാണ്. അതായത് 1-2 വർഷത്തേക്കുള്ള നിക്ഷേപങ്ങൾക്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾക്ക് പലിശ നിരക്കിൽ വ്യത്യാസമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും പോസ്റ്റ് ഓഫീസിനേക്കാളും മറ്റ് ബാങ്കുകളിലേക്കാണ് സീനിയർ സിറ്റിസൺസ് ഒക്കെ ഒരു 2 വർഷത്തേക്കോ ഒരു 3 വർഷത്തേക്കോ ഉള്ള നിക്ഷേപങ്ങൾക്ക്, ഫിക്സഡ് ഡെപ്പോസിറ്റുകൾ, സ്ഥിര നിക്ഷേപങ്ങൾക്ക് ആശ്രയിക്കാം. ഈ പോസ്റ്റ് ഓഫീസിൽ ഞാൻ പറയാൻ കാരണം സീനിയർ സിറ്റിസൺ സേവിങ് സ്കീംസും പിന്നെ സീനിയർ സിറ്റിസൺസിനെ, അതായത് മുതിർന്ന പൗരന്മാരെ ലക്ഷ്യം വെച്ചിട്ടുള്ള 1-2 സ്കീമൊക്കെ പോസ്റ്റ് ഓഫീസിലുണ്ട്. അപ്പോൾ അതിനാണെങ്കിൽ ഈ പറയുന്ന രീതിയിൽ പലിശ ഇച്ചിരി അധികം നമ്മൾ പ്രതീക്ഷിക്കുന്ന 8% പലിശയൊക്കെ ഇച്ചിരി കൂടുതലാണ്. എന്നിരുന്നാൽ പക്ഷെ മറ്റ് നിക്ഷേപങ്ങൾക്ക് ഈ പലിശ വരത്തില്ല. അപ്പം പലിശ നിരക്കിൽ വ്യത്യാസം വരില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇനിയും സീനിയർ സിറ്റിസൺസിലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ മുതിർന്ന പൗരന്മാർക്ക് പറ്റിയ ഒരു മികച്ച ഏതാനും ബാങ്കുകളിൽ ഏറ്റവും കൂടുതൽ പലിശ നൽകുന്ന ബാങ്കുകൾ ഏതാണെന്ന് പരിശോധിക്കാം. ഇപ്പം ഞാൻ പട്ടികയിലുള്ളത് SBI ആണ്, പിന്നെയുള്ളത് പ്രൈവറ്റ് ബാങ്കായ HDFC ഉണ്ട്, അതേപോലെ തന്നെ സ്വകാര്യ ബാങ്കായ ICICI ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ പൊതുമേഖലാ ബാങ്കായ PNB പഞ്ചാബ് നാഷണൽ ബാങ്ക് ഉണ്ട്, അതുപോലെ തന്നെ ആക്സിസ് ബാങ്ക് ഉണ്ട്. ഈ 5 ബാങ്കുകളാണ് ഈ സീനിയർ സിറ്റിസൺസിന്റെ നിക്ഷേപങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് നൽകുന്നത്. ഇവരുടെ പലിശ നിരക്ക് എത്രയാണ്? നിങ്ങളൊരു 10 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് നിക്ഷേപം നടത്തി, ഒരു 10 ലക്ഷം രൂപ ഒരു വർഷത്തേക്ക് നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര രൂപ പലിശ കിട്ടും എന്നുള്ളത് ചെറിയ ഒരു ഓടിയിട്ട് നോക്കാൻ പോവുകയാണ്. അതായത് SBI ബാങ്കിന്റെ നോർമലായിട്ടുള്ള പലിശകളിൽ നിന്ന് ഒരു 0.50 ബേസ്, അതായത് 50 ബേസിസ് പോയിന്റ് ഉയർത്തിയാണ് സീനിയർ സിറ്റിസൺസിന് അധിക പലിശ നൽകുന്നത്. അതായത് നിങ്ങളിപ്പോൾ നിക്ഷേപമായിട്ട് ഒരു 10 ലക്ഷം രൂപ നിക്ഷേപം FD ഇടുകയാണ്, നിങ്ങൾക്ക് പലിശ നിരക്ക് കിട്ടുന്നത് 7.50 അതായത് ഒരു വാർഷിക പലിശയായിട്ട് 70,500 രൂപ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപ നിക്ഷേപം നടത്തുവാണെങ്കിൽ കിട്ടും. അതായത് നിങ്ങളുടെ ഒരു 1 ലക്ഷം രൂപ ഇട്ട് കഴിഞ്ഞാൽ 7,500 രൂപ കിട്ടുന്ന രീതിയിലാണ്. ഇത് നിക്ഷേപത്തിന്റെ കാലാവധി ഇപ്പോൾ 2 വർഷത്തേക്കാണ് നിക്ഷേപം നടത്തുകയാണെങ്കിലും 5 വർഷത്തേക്കാണ് നിക്ഷേപം നടത്തുകയാണെങ്കിലും നിങ്ങൾക്കുള്ള പലിശ നിരക്ക് ഒന്നുകൂടെ ഉയരും. അപ്പം ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ ഈ പലിശ നിരക്കിൽ നിങ്ങൾ കണക്കാക്കി നിങ്ങൾ ഈ നിക്ഷേപം നടത്തുവാണെങ്കിൽ നിങ്ങൾ 10 ലക്ഷം രൂപ ഇട്ടെടുത്ത് നിങ്ങൾക്ക് അത് 14,18,258 രൂപ വരെയാണ് നമ്മുടെ കണക്ക് കൂട്ടുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന റിട്ടേൺ തിരിച്ചു കിട്ടാൻ പോകുന്നത്. അതായത് 4 ലക്ഷത്തിലധികം രൂപ നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് വർദ്ധിപ്പിക്കാൻ സാധിക്കും. ഈ 7.05% പലിശ നിരക്ക്. നിങ്ങൾ ഇനി HDFCയിലേക്ക് പോകാൻ ഇതേ രീതിയിൽ തന്നെ 10 ലക്ഷം രൂപ 5 വർഷത്തേക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ പലിശ നിരക്ക് SBI വെച്ച് നോക്കുമ്പം കുറച്ച് കുറവാണ്. അതായത് 6.90%, അതായത് 6.90% മാത്രമാണ് അവിടുത്തെ പലിശ. അപ്പം നിങ്ങൾക്ക് ഒരു വാർഷിക പലിശയായിട്ട് 69,000 രൂപ കിട്ടും. അപ്പം
നിങ്ങൾ ഒരു 5 വർഷത്തേക്ക് നിങ്ങൾ ആ ഒരു 10 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിക്കുകയാണെങ്കിൽ 14,07,842 രൂപ എനിക്ക്. ഇപ്പോൾ ഈ ICICI ബാങ്കിലേക്ക് ഒരു മറ്റൊരു പൊതുമേഖലാ ബാങ്കാണ്. ICICI ബാങ്ക് നമ്മുടെ പൊതുമേഖലാ ബാങ്കല്ല, സ്വകാര്യ ബാങ്കാണ്. പൊതുമേഖലാ ബാങ്ക് SBIക്കാളിലും പോയിന്റ് അല്ലെങ്കിൽ 50 ബേസിസ് പോയിന്റ് അധികം, അതായത് 0.05% അധികം പലിശ നൽകുന്നുണ്ട്. അതായത് 7.10% പലിശ നിരക്ക്. അപ്പം നിങ്ങളൊരു 5 വർഷത്തേക്ക് 10 ലക്ഷം രൂപ നിങ്ങൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 14,21,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ലഭിക്കും. ഏകദേശം ഒരു 3,000 രൂപയുടെ ഡിഫറൻസ് ആക്സിസ് ബാങ്കും ICICI ബാങ്കും നമ്മുടെ ഈ പറയുന്ന SBIയും തമ്മിലുള്ള നിക്ഷേപത്തിൽ വ്യത്യാസമുണ്ട്. ഈ താരതമ്യേന ഏറ്റവും കുറവ് പലിശ നിരക്കുള്ളത് പഞ്ചാബ് നാഷണൽ ബാങ്കിലാണ്. 6.85% ഈ 4 ബാങ്കുകൾ വെച്ച് നോക്കുമ്പോൾ വാർഷിക പലിശ ഏകദേശം 68,500 രൂപ കിട്ടും. നിങ്ങൾ 10 ലക്ഷം രൂപ 5 വർഷത്തേക്ക് നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 14,04,000 രൂപ, 4,000 ചില്ലറ രൂപ മാത്രം നിങ്ങൾക്ക് ലഭിക്കും. ഈ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ, അതായത് ഈ ഞാൻ പറഞ്ഞ 4 ബാങ്കുകൾ ലിസ്റ്റ് എടുത്തുകൊണ്ട് ഏറ്റവും കൂടുതൽ പലിശ നിരക്ക് നൽകുന്നത് ആക്സിസ് ബാങ്കാണ്. ആക്സിസ് ബാങ്ക് മുതിർന്ന പൗരന്മാരുടെ നിക്ഷേപങ്ങൾക്ക് നൽകുന്ന പലിശ 7.25%. അതായത് നിങ്ങൾ നിക്ഷേപിച്ച് കഴിഞ്ഞാൽ 72,500 രൂപ നിങ്ങൾക്ക് പലിശ ഇനത്തിൽ, വാർഷിക പലിശ ഇനത്തിൽ കിട്ടും. നിങ്ങളൊരു 10 ലക്ഷം രൂപ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ 14,32,261 രൂപ നിങ്ങൾക്ക് 5 വർഷം കൊണ്ട് റിട്ടേൺസ് ആയിട്ട് ലഭിക്കും. അപ്പോൾ അങ്ങനെ നോക്കുവാണെങ്കിൽ SBIക്കാളിലും ഏകദേശം 20,000, SBIക്കാളും ഏകദേശം 10,000-ലേറെയും 10,000-ഓളം രൂപ ICICIക്കാളിലും നിങ്ങൾക്ക് ഒരു വരുമാനം കൂടുതൽ കിട്ടുന്ന ആക്സിസ് ബാങ്ക് ആയിരിക്കും. SBI, HDFC, ICICI, PNB, ആക്സിസ് എന്നീ ബാങ്കുകളാണ് നമ്മൾ താരതമ്യം ചെയ്തത്. ഉയർന്ന പലിശ നിരക്ക് ബാങ്കിന് സ്വാഭാവികമായി കൂടുതൽ മെച്ചൂരിറ്റി തുക ലഭിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ പലിശ നിരക്ക് കാലത്തിനനുസരിച്ച് മാറുന്ന നിക്ഷേപിക്കുന്ന ദിവസത്തെ ഔദ്യോഗിക ബാങ്ക് നിരക്കുകൾ പരിശോധിച്ച ശേഷമേ അന്തിമ തീരുമാനമെടുക്കുക. ഞാനിപ്പോൾ പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ടേംസ് ആൻഡ് കണ്ടീഷൻ. അതായത് ഞാനിപ്പോൾ എൻ്റെ വീഡിയോ ചിലപ്പോൾ കണ്ടു കഴിയുമ്പോൾ പറയാം, ആക്സിസ് ബാങ്കിൽ 7.25% സീനിയർ സിറ്റിസൺസിന് നൽകുന്ന, മുതിർന്ന പൗരന്മാർക്ക് നൽകുന്ന പലിശ എന്ന് പറഞ്ഞ് നിങ്ങൾ ചെല്ലുമ്പോൾ അവർക്ക് നാളെ വന്നിട്ട് അവർക്ക് അതിൻ്റെ പലിശ നിരക്കിൽ മാറ്റം വരുത്താൻ സാധിക്കും. ഏത് ദിവസമാണോ നിങ്ങൾ നിക്ഷേപം നടത്തുന്നത് അന്നത്തെ ദിവസത്തെ പലിശ നിരക്കാണ് നിങ്ങളുടെ നിക്ഷേപത്തിന് പാത്രമാകുക. അതിൽ നിക്ഷേപത്തിന് അത് മെച്ചൂരിറ്റി ആകുന്നവരെ ആ പലിശയുടെ അടിസ്ഥാനത്തിലായിരിക്കും നിക്ഷേപം നടത്തുന്നതും നിങ്ങൾക്ക് പലിശ ഇങ്ങോട്ട് ലഭിക്കുന്നതും. അപ്പം കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു സൂചന ലഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിക്ഷേപങ്ങൾ, അതായത് മുതിർന്ന പൗരന്മാർ ഇപ്പം പെൻഷനായിട്ടൊക്കെ വരുമ്പോൾ 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് പെൻഷനായിട്ട് വരുമ്പോൾ ഭീമമായ തുക, പ്രത്യേക സർക്കാർ ജീവനക്കാർക്ക് നല്ലൊരു തുക നിങ്ങൾക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട്. അതേപോലെ തന്നെ PF-ലെ കൂടെയൊക്കെ EPF വഴിയൊക്കെ നിങ്ങൾക്ക് ഒരു നല്ലൊരു തുക ലഭിക്കാൻ സാധ്യതയുണ്ട്. അത് നിങ്ങൾ സുരക്ഷിതമായി തന്നെ ഇത്രയും ഒരു 5 വർഷത്തേക്കെങ്കിലും അല്ലെങ്കിൽ മിനിമം 2 വർഷത്തേക്കെങ്കിലും നിക്ഷേപം നടത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു തുക നിങ്ങൾക്ക് റിട്ടേൺസ് ആയിട്ട് ലഭിക്കും. അപ്പം ഞാനിപ്പോൾ 5 വർഷത്തെ കണക്ക് ബേസ് ചെയ്താണ് പറയുന്നത്. ഒരു വർഷത്തെ അതിൻ്റെ പലിശ നിരക്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വർഷം കൂടുന്നതനുസരിച്ച് പലിശ നിരക്കിൽ ചെറിയ മാറ്റങ്ങൾ വരും. എന്നിരുന്നാലും നിങ്ങൾ കൃത്യമായി തന്നെ ബാങ്കിൽ പോയി കൃത്യമായി ഇതിൻ്റെ രേഖകളും കാര്യങ്ങളും പരിശോധിച്ചതിനു ശേഷം മാത്രമേ നിക്ഷേപം നടത്താവൂ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരും. നന്ദി, നമസ്കാരം.